മഴക്കാലമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഈ ബാത്റൂമിൻ്റെ ടൈൽസിൽ കൂടെ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഈ ഒരു ഞാഞ്ഞൂൽ പോലെയുള്ള സംഭവങ്ങൾ, ചെറിയ വിര പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അത് മാത്രമല്ല എൻ്റെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പം നിങ്ങളുണ്ടല്ലോ ഇതുപോലെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ബാത്റൂമിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ നമ്മളിങ്ങനെ ഒച്ചിനെ കാണുമ്പോഴാണെങ്കിലോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഞാഞ്ഞൂൽ പോലുള്ള സംഭവത്തിനൊക്കെ കാണുവാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് അങ്ങ് ചത്തു നോക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഇത് ഒച്ചയ്ക്കാണെങ്കിൽ അതിങ്ങനെ പെറ്റ് പെരുകി അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണേ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ബാത്റൂമിലേക്കൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതങ്ങ് തളിച്ചു കൊടുത്ത് ഇങ്ങോട്ടങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ ഒരു കുപ്പി എടുക്കുക. കുപ്പിയിലേക്ക് ഉണ്ടല്ലോ ഒരു ഏകദേശം ഒരു 3-4 സ്പൂണോളം വരുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ ഏതാണെങ്കിലും കുഴപ്പമില്ല. കല്ലുപ്പാണെങ്കിൽ ഇരിക്കുക, അതല്ലെങ്കിൽ പൊടിയുപ്പ് എടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒരു 4-5 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കുപ്പിയോളം വരുന്ന രീതിയിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സാധാരണ ചുമ്മാ ഉപ്പ് കലക്കിയല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ ഉപ്പ് കലക്കി നമ്മൾ വെറുതെ തളിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ പരിസരത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു നുള്ള ഡെറ്റോൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അതല്ലെങ്കിൽ ഞാൻ വേറെ ഐറ്റം മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡെറ്റോളിൻ്റെ ഈ ഒരു മണം നമ്മൾ ഈ എന്താ മതിലിൽ കൂടെയും അതുപോലെ തന്നെ നമ്മൾ ഈ ടൈൽസ് ഇട്ടൊക്കെ ബാത്റൂമിൻ്റെ ഭിത്തിക്കൂടെയൊക്കെ നമ്മളിങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു മണം അടിച്ചിട്ട് ആ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കയറാതിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഹാർപ്പിക്കില്ലേ, നമ്മൾ ബാത്റൂമിൽ ക്ലോസറ്റൊക്കെ കഴിയുന്ന ഈ ഹാർപ്പിക്ക് കുറച്ചൊരു 3-4 തുള്ളി ഹാർപ്പിക്ക് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് ബാത്റൂമിലേക്ക് എടുത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ടാകും. കാരണം ഈ ബാത്റൂമിലൊക്കെ വരുന്ന നമ്മളെ ഭാഗത്തു കൂടെയൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഈ വിടവുള്ള ഭാഗത്തു കൂടെ ഇങ്ങനെ ഞാഞ്ഞുകളോ കൃമി പോലുള്ള സംഭവങ്ങളൊക്കെ വരും. പിന്നെ പ്രത്യേകിച്ച് പഴുതാര. അപ്പം ഇങ്ങനെയുള്ളതിന് നമുക്കിത് ഇങ്ങനെ തളിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ. നമ്മൾ ഏത് നേരം പോയി ഇങ്ങനെ ഉപ്പെടുത്ത് തൂളിയിടില്ല, അതിൽ ഉപ്പുവെള്ളം കലക്കി ഒഴിക്കില്ല. അത് അതിലൊക്കെ കുറച്ചും കൂടെ നല്ലത് ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ അത് ചത്തു വെക്കോളും. പിന്നെ ഈ ചെറിയ ചെറിയ ഒച്ചുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ പെറ്റ് പെരുകി ചെറിയ ചെറിയ ഒച്ചുകളൊക്കെ ഇങ്ങനെ ഭിത്തി കൂടെ വന്നിരിക്കും. അപ്പം അതിലൊക്കെ എളുപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് അതങ്ങ് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെറ്റ് പെരുകാതിരുന്നോളും. നമുക്ക് പഴുതാരയാണെങ്കിലും ഒച്ചാണെങ്കിലും അതുപോലെ തന്നെ ഈ ചെറിയ കൃമി വര പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും തളിച്ച് കൊടുക്കുകയാണെങ്കിൽ പൊക്കോളും. അപ്പം പിന്നെ ബാത്റൂമിലൊക്കെ നമ്മൾ ഈ പഴുതാരയുടെ ശല്യം ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെ തന്നെ തളിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് എളുപ്പമുണ്ട്. പഴുതാരേനൊക്കെ കാണുമ്പം അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചത്തു കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ പെറ്റ് പെരുകാതൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ആ ബാത്റൂമിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ബാത്റൂമിലൊക്കെ ഉള്ള എൻ്റെ പഴുതാരയുടെ ശല്യമാണെങ്കിൽ ഞാഞ്ഞൂലിൻ്റെയും ഒച്ചിരി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. പിന്നെ കുട്ടികളുള്ള വീടുകളിൽ ഇത് എടുത്ത് വെക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കുട്ടികൾ കയ്യെത്താത്തോടത്തിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാവേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിന് വീഡിയോസിനൊക്കെ ആയിട്ട് ഇതൊരു പേജ് ഫോളോ ചെയ്തവരല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.